ഒരു ശനിയാഴ്ച എത്തി. രാവിലെ എണീറ്റ് വന്ന് ഇരിക്കുകയാണ്. കുറേ ഉറങ്ങി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, പക്ഷെ ആ ഉറക്കത്തിൻ്റെ ക്ഷീണം അങ്ങോട്ട് മാറുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് മീൻസ് ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് പുറത്ത് പോയി കുറച്ച് സാധനം വാങ്ങി വന്നിട്ടൊരു പണിയുണ്ട്. എന്താണെന്നല്ലേ, നമ്മൾ ഈ ചുറ്റിനും കുറേ പുല്ലൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുക. നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ കുറേ പുല്ലൊക്കെ നിറഞ്ഞ് ആകെ എന്തോ പോലെ കിടക്കുക. എന്താണെന്ന് വെച്ചാൽ അവിടെ അപ്പുറത്തൊക്കെ വീട്ടിൽ നല്ല വൃത്തിയായിട്ട് മനോഹരമായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ നാട്ടിലത്തെ പോലെ, നാട്ടിൽ എൻ്റെ പരിപാടി കേട്ടോ ഞാൻ പറയണേ, അൽക്കുലത്തായിരിക്കുന്നത് അത്ര രസകരമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഇന്ന് നമുക്ക് ഗാർഡനിങ് ആൻഡ് ക്ലീനിങ്, ഫ്രണ്ടിൽ ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്യാം. അപ്പോൾ വെൽക്കം ടു വയലും വീട് പരിപാടി ഓഫ് ഡെൻമാർക്ക് കിസ. വയലും വീടും. ആദ്യം നമ്മൾ പോയത് ഗ്രീവിലുള്ളൊരു ചെടിക്കടയിലേക്കാണ്. അവിടെ പോയി കുറച്ച് ചെടികളൊക്കെ വാങ്ങി. നമുക്ക് ഗാർഡനിങ്ങിന് ചെടികൾ വേണമല്ലോ. അപ്പോൾ ആദ്യം പോയിട്ട് നമ്മൾ കുറച്ച് പൂക്കളുള്ള ചെടികളാണ് എടുത്തത്. കാരണം നമ്മളെ വീട്ടിൽ ഓൾറെഡി ഇലച്ചെടികളുണ്ട്, ഇൻഡോർ പ്ലാന്റായി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ വാങ്ങി. ഒരുപാട് ചെടികളുണ്ട് കേട്ടോ അവിടെ. ഇത് വലിയൊരു ഏരിയയാണ്. അങ്ങനെ ചെടികളൊക്കെ വാങ്ങി. അകുല് ബില്ല് ചെയ്യാൻ പോകുന്നു. കുറേ ആൾക്കാരൊക്കെ സാധനമൊക്കെ വാങ്ങി പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോയിട്ടോ. വീട്ടിലെത്തി നമ്മൾ സാധനങ്ങളെല്ലാം പെറുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം വേറെ ചട്ടിയിലേക്ക് മാറ്റണം. വെള്ള ചുവപ്പ് പൂക്കളാണ് അധികം. അതിൽ തന്നെ ജമന്തി ഉണ്ടോ, ജമന്തി ഉണ്ട്, റോസ് ഉണ്ട്, പിന്നെ ഈ കല്യാണമാലയിലുള്ള ഒരു കല്യാണ സൗഗന്ധികോ അങ്ങനത്തെ ഒരു നീണ്ട പൂവ്, അതെനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഈ വള്ളിച്ചെടികളും വാങ്ങിയേ. വള്ളിച്ചെടികൾ പൂക്കളിടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വള്ളിച്ചെടികളിൽ പൂ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല ഭംഗിയല്ലേ. ഇതെന്താ അറിയോ, ഇത് നമ്മൾ ടൂൾസൊക്കെ വെക്കുന്ന ഒരു ക്യാരേജാണേ. നമ്മളിവിടെ പുല്ലൊക്കെ നല്ല നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ ലോൺ നന്നാക്കാൻ നമ്മൾ വേറൊരു ഏജൻസീനെ ഏൽപ്പിച്ചിട്ട്, അവരാകുമ്പോൾ വൃത്തിക്ക് ചെയ്യല്ലോ. അകുലും ഓൾറെഡി പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെടികളൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചു, എല്ലാം ചട്ടിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. ഇവിടെ നിറയെ പായൽ പോലെ എന്തോ ഇങ്ങനെ വിൻ്റർ സീസണിൽ തണുപ്പുള്ള സമയത്ത് ഇങ്ങനെ പിടിച്ച് വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം മാന്തി പൊളിച്ച് കളയാണ് അകുലിൻ്റെ ജോലി. ഇന്ന് നല്ല കാറ്റുള്ള ദിവസം കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്ത് ബീച്ചുള്ളതുകൊണ്ട് എപ്പോഴും കാറ്റൊക്കെ ഉണ്ടാവും. ഇതാ ഞാൻ പറഞ്ഞ ആ ചെടി കേട്ടോ. ഇതിൻ്റെ പേരറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ പണികൾ ഓരോന്ന് പടപടാന്ന് ചെയ്തുകൊണ്ടിരുന്നു. നല്ല രസമാണ് കേട്ടോ ഈ പരിപാടിയൊക്കെ, ചെടി ഉണ്ടാക്കലും അതിൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്യലും. നമ്മൾ കുറേ വർഷങ്ങളായില്ലേ ഇപ്പം ഇതൊക്കെ ചെയ്തിട്ട്. പണ്ടൊക്കെ ചെറുപ്പത്തിൽ വീട്ടിലിങ്ങനെ ചേച്ചിയും അച്ഛനും ഒക്കെ ചെയ്യുമ്പോൾ അവരെ കൂടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ ചെടികളും ഇങ്ങനെ മാറ്റി, പിന്നെ അതിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. ഈ വെള്ളം ഒഴിക്കുന്ന പാത്രമില്ലേ, അത് നമ്മൾ ഗ്രീവിൽ നിന്ന് വാങ്ങിയതാണ്, ആ ചെടിക്കടയിൽ നിന്ന്. നല്ല ഭംഗിയുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് കണ്ടോ. ഹായ്. चलो
പിന്നെ അത് നമ്മൾ കുറച്ച് വിത്തൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അകുലും ഞാനും കൂടി അങ്ങോട്ട് സെറ്റാക്കി. അങ്ങനൊന്നും അറിയുന്നില്ല. പിന്നെ കുറച്ച് മണ്ണെടുക്കുന്നു, ഇടുന്നു, വിത്ത് പാകുന്നു, അത്ര മതിയല്ലോ. പിന്നെ കുറച്ച് വെള്ളം തളിച്ചു കൊടുത്താൽ അതങ്ങ് മുളച്ച് പൊങ്ങിയാൽ നമുക്കിടാം. പിന്നെ ഇതാ കുറച്ച് പച്ചക്കറികളും ഉണ്ട്. ഞങ്ങൾ രണ്ടാളും കൂടി ഇത് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കൃഷി ചെയ്യുക എന്നുള്ളൊരു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ പൂക്കൾ ഉണ്ടാകുന്ന ചെടീൻ്റെ വിത്താട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ പാക്കറ്റും അതത് വിത്തിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട് മാറിപ്പോകാതെക്കാൻ. പിന്നെ ഇതാണ് നമ്മളെ വാട്ടർ ടാങ്ക്. ഇത് മഴയുള്ളപ്പം വെള്ളം സൂക്ഷിച്ച് വെച്ചിട്ട് പിന്നെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. കണ്ടോ നമ്മളെ മാക്രിക്കുട്ടൻ? ഇത് കാണുമ്പോൾ എനിക്കെൻ്റെ ഒരു കസിനെ ഓർമ്മ വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ എൻട്രൻസിൽ കയറി വരുന്ന അവിടെ 2 സൈഡിലും ഓരോ ചട്ടിയിലായിട്ട് നല്ല നിറയെ പൂവുണ്ടാകുന്ന ഒരു ചെടി വെക്കുകയാണേ. ഒടുക്കത്തെ കാറ്റ് കാരണം ഞാൻ എല്ലാം എടുത്ത് അകത്തേക്ക് വെച്ച് ഇതെല്ലാം പാറിപ്പോവുക. അപ്പോൾ ഇനി ഒന്ന് വേരോടിയിട്ട് വേണമെങ്കിൽ നമുക്കിത് പുറത്തേക്ക് വെക്കാമല്ലോ. അതിനിടയ്ക്ക് നമ്മളെ വേറൊരു കാര്യം വിട്ടുപോയി. അവിടെ കുറച്ച് സ്ട്രോബെറി തൈയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് ഒരു ബെഡ് ഉണ്ടാക്കിയിട്ട് അതിൽ കുഴിച്ചിടാമെന്ന് കരുതി. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഇതെടുക്കാല്ലേ? കാരണം അതുകൊണ്ടാണ് ഇതൊക്കെ കേടായിണല്ലോ. പക്ഷെ ഇതുപോലെ ഇതിനകത്ത് വെച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. കേടാണെങ്കിലും നമുക്കിത് എടുക്കാം. ആ സൈഡിലാണ് വെച്ചത്. കാരണം വെള്ളത്തിൻ്റെ ടാങ്ക് അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ നിന്ന് എളുപ്പമാണ് നനക്കാൻ. പിന്നെ നന്നായിട്ട് സൺലൈറ്റും കിട്ടും. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇതിൽ തുടങ്ങാം. കാരണം ഒരുപാട് ഉണ്ടാക്കാനാ. അങ്ങനെ നമുക്ക് അറിയാത്തതുകൊണ്ട് കെയർ ചെയ്യാനും ഒക്കെ നോക്കണമല്ലോ. സോ ചെറിയൊരു പരിപാടിയിൽ തുടങ്ങി പഠിച്ച് വരാം. ഈ ഒരു മാർക്കറ്റിൽ നമുക്ക് ഇതിൻ്റെ ഭാഗം മാത്രം ചെത്തി. ഹലോ, ഇങ്ങനെ റാസ്മസ് സ്വന്തം തറവാട്ടിൽ കൂടെ നടക്കണ കാര്യമാണ് നടക്കണേ. ഒരു മൈൻഡും ഇല്ല. അപ്പോൾ നമ്മൾ താഴെ കുറേ പുല്ലും മരക്കഷ്ണവും പിന്നെ കുറച്ച് കാർഡ്ബോർഡിൻ്റെ പീസസും പിന്നെ കുറേ പഴയ മണ്ണുണ്ടല്ലോ അതും. ഇപ്പോൾ മാക്സിമം ഉയരത്തിലായി. ഇനി നമുക്ക് കമ്പോസ്റ്റ് മണ്ണ് അത് നമ്മൾ വാങ്ങിയതാണ്. അത് ഇതിലേക്ക് ഇടാം. ഇതിൻ്റെ മുകളിൽ ബെഡിന് നമ്മുടെ വയലും വീടും പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത് അബുൽ പ്രസാദാണ്. അങ്ങനെ ആ പരിപാടിക്ക് ശേഷം അടുത്ത പരിപാടി തുടങ്ങുകയാണ്.
ഈ ഫ്രണ്ടിലുള്ള കണ്ടോ ഇതങ്ങ് നിറഞ്ഞേക്കാം അവിടെ. ആ വേരുണ്ടല്ലോ ആഴത്തിലേക്ക് ഇറങ്ങിയിട്ട് ഭയങ്കര പാടാണ്. കുറേ നേരം പണിയെടുക്കേണ്ടി വന്നു കേട്ടോ അത് ശരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. അകുല് കളിയാക്കണ പോലെ ഒന്നുമില്ല, ഞാൻ നന്നായി പണിയെടുക്കുന്നുണ്ട് കണ്ടോ. ഇതൊക്കെ ഞാൻ കൊത്തിയെടുത്താ. പിന്നെ ഇവിടെ എല്ലാം ക്ലീനാക്കി ഇതുണ്ടോ, അടിപൊളിയായില്ലേ. അപ്പോൾ ഇനി നമുക്കിവിടെ മെറ്റലിട്ട് വൃത്തിയാക്കാം, പിന്നെ ചെടിയൊക്കെ വെക്കാം. ഇങ്ങനത്തെ കല്ല് അവിടെ ഇടണം. അപ്പോൾ അത് വാങ്ങാൻ വന്ന ഇവിടെ എന്താ ഇത് നമ്മളവിടുത്തെ കരിങ്കല്ലൊക്കെ ഇതാ പാക്കാക്കി വെച്ച വലിയ പാക്കുണ്ടോ. ക്ഷീണിച്ചു പോയി ഗൈസ്, പണിയെടുത്ത്. ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞ് ഇവനാണ് ജോലി ചെയ്തതെന്ന്. പക്ഷെ ഞാനും ശരിക്കും നല്ല ജോലി ചെയ്യുന്നുണ്ട്, അതാരും അറിയുന്നില്ല സത്യം. വീഡിയോ എടുക്കും ചെയ്യാം, ജോലി ചെയ്യും ചെയ്യാം. യൂണിവേഴ്സിറ്റിയിൽ തെണ്ടി അറിഞ്ഞ് തിന്ന് വളർന്ന എനിക്ക് കിട്ടിയ പണി നോക്കേ. ഇന്നിനി ഇത്ര മതി, വൈകുന്നേരമായി, നമ്മൾ പണി നിർത്തി. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി അടുത്ത ആഴ്ച വീണ്ടും വരാം. ബൈ.